ന്യൂ ഇയറിന് എൻ്റെ കൂട്ടുകാർ കുറച്ച് പേര് കൊച്ചിയിലേക്ക് പാർട്ടിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ സീറ്റ്സ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാം ഫുള്ളാണ്. ഒരുപാട് നല്ല പ്രോഗ്രാംസ് ഉണ്ട്. കുറേ ആളുകൾ റെസൊല്യൂഷനെ പറ്റി പറഞ്ഞു. ഒരുപാട് പുതിയ റെസൊല്യൂഷൻസ് ഉണ്ട്. ചിലർക്ക് എക്സസൈസ് ചെയ്യണം, ചിലർക്ക് ഹിമാലയൻ യാത്ര പോകണം. എല്ലാവരും അവരവരുടെ സ്വപ്നങ്ങൾ. അങ്ങനെ എത്ര വർഷങ്ങൾ കടന്നുപോയി, എത്ര റെസൊല്യൂഷൻസ് കടന്നുപോയി. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയോ? അതൊക്കെ കൂടെ പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ നമ്മളൊക്കെ ഒന്ന് ആരായിരിക്കും. എൻ്റെ മകൻ്റെ അടുത്ത് ഒരു പുതിയ പദം കിട്ടി എനിക്ക്, ടൈപ്പ് ഷിറ്റ്. അതായത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഷിറ്റ്. ഈ ന്യൂ ഇയറും അതിൻ്റെ പേരിലുള്ള ബഹളങ്ങളും ഈ കോപ്രായങ്ങളും റെസൊല്യൂഷൻസും അതൊക്കെ ബേസിക്കലി ഇറ്റ്സ് ടൈപ്പ് ഷിറ്റ്. കഴിഞ്ഞ വർഷം എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി. ഒരു പളുങ്ക് പാത്രത്തിൽ ചെറിയ കുറേ മുത്തുകൾ, മണികൾ, മുത്തുമണികൾ ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. 5,20,25,000 എണ്ണം. എനിക്കത് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ വർഷവും കിട്ടുന്നതാണ് 5,20,25,000 മുത്തുമണികൾ. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്കും വലിയ വില ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല. ഈ പളുങ്ക് പാത്രത്തിൽ ഒരു ചെറിയ ദ്വാരമുണ്ട്. ഓരോ നിമിഷവും അതിൽ നിന്നൊരു മുത്തുമണി പുറത്തു വരും. 365 ദിവസം കൊണ്ട് അത് മുഴുവനായിട്ട് പുറത്ത് പോയി കഴിയും. അപ്പോൾ നമുക്ക് അടുത്ത പളുങ്ക് പാത്രം കിട്ടും. അപ്പം നമ്മൾ ഒരുപാട് റെസൊല്യൂഷൻസ് വയ്ക്കും. നമ്മൾ റെസൊല്യൂഷൻസ് വയ്ക്കുമ്പോഴും നമ്മൾ ചെയ്യാത്തപ്പോഴും എല്ലാം അതിൽ നിന്ന് ഓരോ മുത്തുമണി ഇങ്ങനെ ഉതിർന്നുകൊണ്ടേയിരിക്കും ഓരോ മിനിറ്റിലും. അത് എത്ര വലിയ ഗിഫ്റ്റാണെന്ന് മനസ്സിലാക്കണമെങ്കിലേ എൻ്റെ കണ്ടെക്സ്റ്റ് അറിഞ്ഞാൽ മതി. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടാവേ ഓരോ പളുങ്ക് പാത്രത്തിൽ 5,20,25,000 മുത്തുമണികൾ ഇട്ടു. അങ്ങനത്തെ ഒരു കൂട്ടം മുത്തുമണികൾ നമ്മുടെ തലമ ഫിറ്റ് ചെയ്താണ് താഴേക്ക് വിട്ടത്. അതിലുള്ള ഓരോ പളുങ്ക് പാത്രങ്ങളും കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള മുത്തുമണികളുടെ സ്റ്റോക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. അടുത്ത വർഷത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ അവസാനം വെച്ച ഒരു പളുങ്ക് പാത്രമുണ്ട്. ആ പാത്രം ഫുള്ളാവാനുള്ള സാധ്യത കുറവാണ്. അതിൽ കുറച്ച് കുറവായിരിക്കും. ബാക്കി അതിനുള്ളിൽ എയറാണ് അത്. അപ്പോൾ ഓരോ മുത്തുമണികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേ ലാസ്റ്റത്തെ മുത്തുമണി വന്നു കഴിഞ്ഞാൽ പിന്നെ എയർ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പം നമ്മൾ പറയും അവൻ്റെ കാറ്റ് പോയി എന്ന് പറയും. എന്തിലേക്കാണ് എടുക്കുന്നത് എന്നറിയാതെയാണ് നമ്മൾ ഇതൊരാഘോഷമാക്കി കൊണ്ടിറങ്ങും. ഇത് ആഘോഷമാക്കുന്നത് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്. കച്ചവടക്കാർക്ക്, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾക്ക്, പിന്നെ കുറച്ച് ഹിഡൻ അജണ്ടകളുള്ള ആളുകൾക്ക്, കാമുകന്മാർക്ക്, അങ്ങനെ പലർക്കും ഉള്ള സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾ മൊത്തം എല്ലാവരും കൂടി മണ്ടന്മാരായിട്ട് ഇതിന് പിന്നാലെ പോകുന്നു. നമ്മുടെ ജീവിതം എവിടെയൊക്കെ പോകുന്നതെന്ന് അറിയാനേ നമ്മൾ റെസൊല്യൂഷൻസിനൊന്നും ആവശ്യമില്ല. റെസൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പണ്ഡിതനാവുകയോ അല്ലെങ്കിൽ കൂടുതൽ ആരോഗ്യവാനാവുകയോ അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് പഠിക്കുകയോ, ഇതിന് റെസൊല്യൂഷൻസ് അല്ല വേണ്ടത്. ഇതിന് നമ്മുടെ ജീവിതം ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു എന്ന് നോക്കണം. അത് നോക്കാൻ എളുപ്പമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ എന്ത് ചെയ്തു നോക്കിയത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമയം അപഹരിച്ച് എത്രയോ. ഒരു ദിവസത്തിൽ നമ്മൾ 7, 8, 10 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ആളുകളുണ്ട്. 6 മണിക്കൂർ എന്തായാലും ഉറങ്ങണം അല്ലേ? അതായത് 24 മണിക്കൂറിൽ 1/4 ഭാഗം നമ്മൾ ഉറങ്ങണം. അപ്പം നമ്മുടെ ജീവിതം പറയണ്ട, നമ്മുടെ ഒരു വർഷത്തിന് പറയാം. 2024 4/1 ഭാഗം നമ്മൾ ഉറങ്ങി തീർത്തു, 25%. പിന്നെ എല്ലാവർക്കും വലിയൊരു മോഹമാണ് യാത്രകൾ ചെയ്യണം. യാത്രകൾ ചെയ്യേണ്ടത് വളരെ ആവശ്യം. യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പല കാര്യങ്ങളും തെറ്റായിരുന്നു. നമ്മൾ തെറ്റാന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ശരികളാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളൊന്നും അല്ല എന്ന് മനസ്സിലാവും. ഒരുപാട് പുതിയ അറിവുകൾ കിട്ടും. നമ്മൾ കുറച്ചും കൂടി ലോകം കാണുക എന്ന് പറയില്ലേ? ലോകം കാണുക എന്ന് പറഞ്ഞാൽ കാണില്ല. ലോകം ഒരുപാട് നമ്മളെ പഠിപ്പിക്കും. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിലൂടെ വിശാലമാക്കി തന്നിരിക്കുന്നു, യാത്രകൾ ചെയ്യുകയും. എല്ലാവരും പൊതുവേ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം യാത്രകൾ ചെയ്യണം? കഴിഞ്ഞ വർഷം 2024 നമ്മൾ യാത്രകൾ ചെയ്തോ? ഞാൻ ഒരു 60 ദിവസത്തോളം യാത്ര ചെയ്തു. കുറേ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ചിലതിൽ ഞാൻ എൻ്റെ കുടുംബത്തിനെ കൂട്ടി, ചിലതിൽ ഞാൻ എൻ്റെ മകൻ്റെ മാത്രം കൂടെ യാത്ര ചെയ്തു, ചിലത് ഞാൻ എൻ്റെ മകളുടെ കൂടെ മാത്രം യാത്ര ചെയ്തു. കാരണം ഓരോ യാത്രയും വ്യത്യസ്തമാണ്. എപ്പോഴും നമ്മൾ ഒരേ ടീമിൻ്റെ ഒപ്പം പോകുന്ന പോലെയല്ല. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. പരിചയമില്ലാത്ത ഒരുപാട് പേരുടെ കൂടെ പോകുമ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ്. ഒരു മകൻ്റെയോ ഒരു മകളുടെയോ കൂടെ മാത്രം പോകുമ്പോൾ അവരുമായിട്ടുള്ള നമുക്കുണ്ടാകുന്ന ബോണ്ട് ഭയങ്കര ഡിഫറൻ്റാണ്. അതുവരെ മനസ്സിലാക്കിയ
അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കുട്ടികൾ കശപിശുണ്ടാക്കും, നമ്മൾ അവരുടെ വഴക്ക് പറയും. നമ്മൾ അവരുടെ കൂടെ തന്നെ പോകുമ്പോൾ അങ്ങനെയല്ല, അവരും നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. അവർ നമ്മളെ സ്നേഹിക്കുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. 60 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 2024 16% ഞാൻ യാത്രയ്ക്ക് വേണ്ടി ചിലവഴിച്ചു. എത്ര ശതമാനം നിങ്ങൾക്ക് യാത്രയ്ക്ക് വേണ്ടി ചിലവഴിക്കാൻ കഴിഞ്ഞു? അത് ഈ വർഷം അതിനേക്കാളും കുറച്ചുകൂടി കൂട്ടാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഉറക്കം 25%. അതിനെ പലപ്പോഴും ഒന്നും കവച്ച് വയ്ക്കാറില്ല. പക്ഷെ അതിനോട് അടുത്ത വേറൊരു സാധനം ഉണ്ടായിരുന്നു എനിക്ക്. ഈ 16%-ത്തേക്കാൾ യാത്രയേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ, അതായത് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എല്ലാം എൻ്റെ 17% കവർന്നെടുത്തു. ചില ദിവസങ്ങളിൽ ഞാൻ 5-6 മണിക്കൂർ ഫോൺ ഉപയോഗിക്കാറുണ്ട്. ഒരു ആവറേജ് നോക്കിയ ഒരു 4 മണിക്കൂർ ഞാൻ ഫോൺ ഉപയോഗിക്കാറുണ്ട്. 4 മണിക്കൂർ ഒരു വർഷത്തിൻ്റെ 17% സമയം എന്നിൽ നിന്നും അപഹരിച്ചു. വളരെ മോശമായിട്ടുള്ള ഒരു അഡിക്ഷനാണത്. അത് നമ്മൾ കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. എനിക്കറിയാം ഈ കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, ഇത് കാണുന്ന പലരും അങ്ങനെ തന്നെയായിരിക്കും. ഒരുപാട് സമയം നമ്മൾ മറ്റുള്ളവരുടെ അറിവുകൾ നമ്മൾ നേടുകയാണെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ നമ്മളതങ്ങനെ ജസ്റ്റ് കണ്ടു പോകുന്നതാണ്. പ്രത്യേകിച്ച് ഷോർട്സും റീൽസും ഒക്കെ നശിപ്പിക്കുന്ന പോലെ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വല്ലാത്ത അഡിക്ഷൻ തന്നെയാണ്. കുടുംബത്തിൻ്റെ കൂടെ നിങ്ങൾ എത്ര സമയം ചിലവഴിക്കാറുണ്ട്? നിങ്ങളുടെ കുടുംബം എത്രത്തോളം സന്തോഷമാണെന്നുള്ളതിന് നിങ്ങൾ എത്ര സമയം കുടുംബത്തിൻ്റെ കൂടെ ചിലവഴിക്കുന്നതെന്ന് ആലോചിച്ചാൽ ഞാൻ ഏകദേശം 2 മണിക്കൂർ ചിലവഴിക്കാറുള്ളൂ. ഇത് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ 2024 ഏകദേശം 8%. പക്ഷേ ഞാൻ ഒരുപോലെ റിട്ടയർഡായി വീട്ടിലായിരുന്നുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ജോലിയൊന്നും കഴിഞ്ഞ് വന്ന് കുറച്ച് സമയമല്ല, കുട്ടികൾ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഞാൻ അവൈലബിളാണ്. അതൊരു ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ബന്ധങ്ങൾ നിലനിർത്താൻ നിങ്ങൾ എത്ര സമയം ചിലവഴിക്കാറുണ്ട്? അത് വളരെ പ്രധാനമാണ്. ഇന്ന് നമ്മൾ അണുകുടുംബങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. ആരുമില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്കൊരു അപകടം വരുന്ന സമയത്താണ് ആരുമില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ബന്ധുക്കൾ, സഹോദരങ്ങൾ, കാരണവന്മാർ, അവർക്കൊക്കെ വേണ്ടി കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കാൻ നമുക്ക് പറ്റണം. ഞാനൊരു ആഴ്ചയിൽ ഏകദേശം ഒരു 6 മണിക്കൂർ അതിനുവേണ്ടി ചിലവഴിക്കും. 2024 ഏകദേശം 2% സമയം എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടിയായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കൂട്ടുകെട്ടുകൾക്ക് വേണ്ടി സമയം നമ്മൾ വല്ലാതെ ഇപ്പോൾ ചിലവഴിക്കാറില്ല. ഇപ്പോൾ ജോക്സുകളും കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യാറാണ് പതിവ്. എന്താടാ വിശേഷം എന്ന് ചോദിക്കാറില്ല നമുക്ക് പ്രിയപ്പെട്ടവരോട്. നമ്മുടെയൊക്കെ കാലത്ത് തോട് കൈയിട്ട് നടന്നിരുന്ന ബന്ധമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്കും ഫോണിലൂടെയുള്ള ബന്ധമാണ് അധികം. കൂട്ടുകാർക്ക് വേണ്ടി സമയം കണ്ടെത്തണം. 2025 അതിനുള്ളൊരു വർഷമാവട്ടെ. ഞാനൊരു ആഴ്ചയിൽ 2 മണിക്കൂറെങ്കിലും ഫോണിലൂടെ വിളിക്കാനോ നേരിൽ കാണാനോ ഒക്കെ ശ്രമിക്കാറുണ്ട് കൂട്ടുകാരോട്. അത് ഒരു വർഷത്തിൻ്റെ 1%. അപ്പോൾ 2024 ഞാൻ ഏകദേശം 1% എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇതെല്ലാം കൂടി നോക്കിയാൽ 70%. അതായത് കഴിഞ്ഞ വർഷത്തിൻ്റെ 70% എങ്ങനെ ചിലവായി എന്നുള്ളതിൻ്റെ കണക്കെൻ്റെ കയ്യിലുണ്ട്. 2024 റെസൊല്യൂഷൻ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താണെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല. ബാക്കി 30% എവിടെ പോയെന്ന് ചോദിച്ചാൽ കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ മകൾക്കൊരു കുട്ടി പിറന്നു, കുറേ സമയം അവൻ്റെ കൂടെ ചിലവഴിച്ചു. പിന്നെ ഞങ്ങൾ വിൻഡോ ഷോപ്പിംഗ് ചെയ്യും. മാളുകളിലൊക്കെ നല്ല തണുപ്പുള്ള മാളിൽ കയറുക, കടകളിൽ ഇങ്ങനെ കയറി ഇറങ്ങുക. പൈസയൊന്നും ചിലവാക്കണ്ട, ചുമ്മാ കയറി ഇറങ്ങുക. കുട്ടികൾക്കൊരു ചേഞ്ച് ആവും. വരുന്ന വഴിയിൽ വല്ല ജ്യൂസോ എന്തെങ്കിലും ഫ്രൈസോ ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് വല്ലാതെ ചില്ലറൊന്നും ചിലവാക്കാതെ വീട്ടിലേക്ക് പോരുക. എല്ലാവരും ഹാപ്പിയാവും. അങ്ങനെ കുറേ സമയം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും 30% കുറച്ച് ഭാഗം അങ്ങനെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 2025 ഈ വർഷം നിങ്ങൾക്കൊരു സമ്മാനം ലഭിക്കും. ഒരു പളുങ്ക് പാത്രം 5,25,000 വരെ മുത്തുമണികൾ അതിലുണ്ടാവും. നിങ്ങൾ അറിഞ്ഞും അറിയാതെയും എല്ലാം അതിൽ നിന്ന് മുത്തുമണികൾ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ വീഡിയോ കാണുമ്പോഴും കൊഴിയും, ഉറങ്ങുമ്പോഴും കൊഴിയും, കലഹിക്കുമ്പോഴും കൊഴിയും, യൂട്യൂബ് കാണുമ്പോഴും കൊഴിയും. എത്ര കൊഴിയുമെന്ന് പറഞ്ഞാൽ അത് ഫുള്ളല്ലായിരുന്നെങ്കിൽ അതിൻ്റെ ലാസ്റ്റത്തെ മണിയും കൊഴിഞ്ഞ് കാറ്റ് വരും. അപ്പോൾ നിങ്ങളുടെ കാറ്റ് പോകും, എൻ്റെ കാറ്റും പോകും. ആ സമയത്ത് മരണം നമ്മൾ അറിയുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അറിയാതെ ഉറക്കത്തിൽ മരിച്ചു പോകുന്നില്ല. മരിക്കുമ്പോൾ പെയിൻ അറിയും. അപ്പോൾ ഒരു നേരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു മൂവി നമ്മുടെ പിന്നിലൂടെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ സമയം ഞാൻ എങ്ങനെ ചിലവഴിച്ചു. നമ്മൾ പറഞ്ഞല്ലോ, ഒരു വർഷത്തിൽ 25% ഉറങ്ങിത്തീർക്കും നമ്മൾ. ബാക്കി 75% കൊണ്ടാണ് നമ്മൾ ഈ കളികളൊക്കെ കളിക്കുന്നത്. യാത്രകൾ വളരെ പ്രധാനമാണ്. കഴിഞ്ഞ വർഷം എനിക്കത് 16%. അത് ഞാൻ 20% ആക്കാൻ ശ്രമിക്കും. അതാണ് എൻ്റെ പ്ലാൻ. അതുപോലെ നിങ്ങൾ യാത്രകൾ ചെയ്യാറില്ലെങ്കിൽ യാത്രകൾ ചെയ്യാൻ തുടങ്ങണം. യാത്രകൾ ചെയ്യുന്ന ആളാണെങ്കിൽ അത് കൂട്ടാൻ ശ്രമിക്കണം. യാത്രകൾ നമുക്ക് വലിയ അനുഭവമാണ്. 20% എന്ന് പറഞ്ഞാൽ ഏകദേശം 75 ദിവസം ഞാൻ യാത്ര ചെയ്യാൻ ശ്രമിക്കും.
ചെറിയ യാത്രകളായിരിക്കാം, പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ബൈക്ക് എടുത്ത്, എനിക്ക് ബൈക്ക് ഓടിക്കാൻ നല്ല ഇഷ്ടമാണ്, ബൈക്ക് എടുത്ത് ഒറ്റയ്ക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ വലിയ നഷ്ടം വരുത്തിയത് യൂട്യൂബാണ്. 17% കഴിഞ്ഞ വർഷം യൂട്യൂബ് എന്നിൽ നിന്ന് കവർന്നത്. ഒരുപാട് അറിവുകൾ നേടുന്നുണ്ട്, ഒരുപാട് സമയം സത്യത്തിൽ ഷോർട്സിനാണ് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10% നിർത്താൻ ഞാൻ ശ്രമിക്കും. അതുവഴി ഞാൻ 25 ദിവസം ലാഭിക്കും 2025. ബന്ധുക്കൾക്ക് വേണ്ടി ഞാൻ ഏകദേശം 6 മണിക്കൂർ ചിലവഴിക്കുന്നുണ്ട് ആഴ്ചയിൽ. ഒരു 3%. അതൊരു കുഴപ്പമില്ലാത്ത നമ്പറാണ് തോന്നുന്നു. അതിൽ വലിയൊരു മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ 1% ചിലവഴിച്ചിരുന്നത്, ആഴ്ചയിൽ ഏകദേശം 2 മണിക്കൂർ. അതൊന്ന് കൂട്ടിയിട്ട് ഒരു 4 മണിക്കൂർ ആഴ്ചയിൽ ചിലവഴിക്കുക. അതായത് 2%, 2025 2% കൂട്ടുകാർക്ക് വേണ്ടി ചിലവഴിക്കാൻ ശ്രമിക്കണമെന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കൂട്ടുകെട്ടുകൾ നിലനിർത്തുക, പ്രത്യേകിച്ച് പ്രായമായി വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് മിണ്ടാനും പറയാനൊക്കെ ആരെങ്കിലും വേണം. ഒന്ന് വിളിച്ചാൽ എന്താടാ വിശേഷം എന്ന് ചോദിക്കാൻ ലാസ്റ്റ് വീട്ടുകാർ ചോദിച്ചുകൊണ്ട് അവർക്ക് വിശേഷമൊന്നും പറയാനുണ്ടാവില്ല. അത് പറയണമെങ്കിൽ നമ്മൾ അവരെ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. എനിക്ക് കുറച്ച് നല്ല സൗഹൃദങ്ങളുണ്ട്, ഇനി കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇന്ന് നമുക്ക് അത്ര പ്രാധാന്യം തോന്നിക്കാത്ത സൗഹൃദങ്ങൾ ഒരു 4 ദിവസം അടുപ്പിച്ച് വിളിച്ചാൽ പിന്നെ അത് ഭയങ്കര കമ്പനിയാവും. പിന്നെ അവർ വരും, നമ്മളൊരു ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോകും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അങ്ങനെ സ്ഥിരമാക്കിയിട്ട് സൗഹൃദങ്ങളുടെ എണ്ണം കൂട്ടണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ 70%. ഇത് കഴിഞ്ഞ വർഷം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങളെ ഇപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 70%. ബാക്കി 30% ഉണ്ട്. ഈ 30% കൊണ്ട് ചെയ്യാൻ പറ്റുന്ന റെസൊല്യൂഷൻസ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നമുക്ക് ഒരുപാട് സമയം ഐഡിൽ ടൈമിങ് വേണം. നമ്മൾ ഈ ദിവാസ്വപ്നങ്ങൾ കാണണം, അതിന് കുറച്ച് സമയം കാണണം. അപ്പോഴേ നമ്മുടെ ബ്രെയിനിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. 30% എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. എൻ്റെ അടുത്തുള്ള ഒരു ലക്ഷ്യം, എൻ്റെ യൂട്യൂബ് ചാനൽ വളരെ ചെറുതാണ്, വളരെ കുറച്ച് കാഴ്ചക്കാരേ ഉള്ളൂ, 1500 സബ്സ്ക്രൈബറേ ഉള്ളൂ. കുറച്ചും കൂടി നല്ല ക്വാളിറ്റി കണ്ടൻസ് ഞാൻ നൽകുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമായിരിക്കും. 2025 ആകുമ്പോഴേക്കും ഒരു 10,000 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. അത് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചൊരു കാര്യമൊന്നുമില്ല. എൻ്റെ കണ്ടൻറ്റിന് ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് തോന്നണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വർഷാവസാനത്തിൽ 10,000 സബ്സ്ക്രൈബർ എത്തിക്കാനും നിങ്ങൾ വിചാരിക്കുമല്ലോ അല്ലേ? ഞാനതിനു വേണ്ടി ഒരു ദിവസം ഏകദേശം 2-2.5 മണിക്കൂർ ചിലവഴിക്കും. അപ്പോൾ 2025 10% സമയം അതിനു വേണ്ടി നൽകും. പിന്നെ എൻ്റെ കയ്യിൽ 2025 20% സമയമാണ് ബാക്കിയുള്ളത്. അതിലേക്ക് ഒരു സൈഡ് ഇൻകം നൽകാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കണം എനിക്ക്. അതൊക്കെ ചെയ്യാനുള്ള സമയം നമ്മുടെ കയ്യിലുള്ളൂ. അതൊരു മെയിൻ ഇൻകം ആക്കണമെങ്കിൽ എൻ്റെ മറ്റുള്ള പല കാര്യങ്ങളും ഞാൻ മാറ്റണം. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അല്ലാതെ ഈ പാർട്ടിങ്ങും ഈ റെസൊല്യൂഷൻസും അതിൻ്റെ പേരിലുള്ള കോലാഹലങ്ങളും മെർച്ചൻഡൈസും ഷോപ്പിങ്ങും അതെല്ലാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ടൈപ്പ് ഷീറ്റാണ്. അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ.